റെഡി. ഓക്കെ, അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ മെഷീനിൽ ലോഡ് കൊടുക്കും, അതിനനുസരിച്ച് ഇവിടെ ടൈറ്റ് നിങ്ങൾ ആയിട്ട് സൈഡ് എടുക്കണോ? എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലേ ആ സാധനം പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ടൈറ്റ് ആയിട്ടുണ്ട്. റോപ്പ് ഇപ്പോൾ വലിഞ്ഞ് മുറുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി അവിടെ മെഷീൻ ലൂസ് ആവുന്നതനുസരിച്ച് ആക്കുന്നതനുസരിച്ച് ഇത് ലൂസായി വന്നിട്ടുണ്ട്. ഇതാ ആ ഒരു മാർക്ക് ഇതാ ഇപ്പോൾ ഇത്രയും പോന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്ററോളം പുറത്തേക്ക് വലിഞ്ഞിട്ടുണ്ട് റോപ്പ്. അപ്പോൾ ഇത്രയാണ് ഇത് വലിയുന്നത്. ഇതിലാണ് ലോഡ് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് 420 ആണ് ലോഡ് വേണ്ടത്. 420 വരെയാണ് നമ്മൾ ലോഡ് കൊടുക്കുക. ലോഡ് സെറ്റ്. ഇതാണ് ഇതിൻ്റെ ലോഡ് അല്ലേ? ഉറപ്പാക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ റിലീസ് ആക്കൂല്ലേ? റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇത് ലൂസായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇത് സ്ലാബിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുള്ള റോപ്പ് ഉണ്ടല്ലോ, 5 സെൻറ്റിമീറ്ററോളം വലിഞ്ഞ് ടൈറ്റായി വന്നിട്ടുണ്ട്. 1 മീറ്ററിലേക്ക് 0.6 ആണ് നമുക്ക് വേണ്ട മെഷർമെന്റ്. ലെങ്ത് കൂടുന്നതനുസരിച്ച് അത്രയും ലെങ്ത്തിൽ ഈ കേബിളും വലിയും. ഇതാകെ ഈ ചെറിയ ഷോർട്ട് ലെങ്ത് ആയതുകൊണ്ടാണ് ഇത്ര മാത്രം വലിഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ഇത് സ്ട്രോങ് ആയി, സ്ട്രോങ് ആയി. ഇതിനി കുറച്ച് ടൈം ചെക്ക് ചെയ്തിട്ട് ഈ കേബിൾ ലൂസ് ആവുന്നുണ്ടോ ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യും. ഇതിന്റെ മെഷർമെന്റ് സാധനങ്ങളെല്ലാം നോട്ട് ചെയ്തതിന് അതിപ്പോ എത്ര കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം? ഒരു 1 hour 2 hour. ഇത് ഷോർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ. ലെങ്ത് കൂടുതലാണെങ്കിൽ നമ്മൾ 1 day ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുള്ളൂ. ബാക്കി റോപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കും അല്ലേ? ബാലൻസ് ഉള്ള റോപ്പ് കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയതിനു ശേഷം ഈ ഭാഗം പാക്ക് ചെയ്യാണ് ചെയ്യുക. കുമ്മായം വെച്ചിട്ട് പാക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഗ്രൗട്ട് അടിക്കുക. പൈപ്പ് വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റോപ്പ് വരുന്ന ഈ ഒരു ചെറിയ ഗ്യാപ്പ്, ഈ റോപ്പിന്റെ ഉള്ളിൽ മുഴുവൻ ഗ്രൗട്ട് ആയിരിക്കും. ഗ്രൗട്ട് കട്ട് ചെയ്യും. ഗ്രൗട്ട് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു കെമിക്കലും കൂടി ഉണ്ട്, പെട്ടെന്ന് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള. ഒന്നുകൂടി അതിന്റെ ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ആങ്കർ ബ്ലോക്ക് വരുന്നത്. ഇതിന്റെ ഒരു ലോക്കിന്റെ ഒരു സിസ്റ്റമാണ്. ഇപ്പൊ ഇട്ടതാണ് ഈ സാധനം. ഇതുവരെ ഉള്ളത് ഓൾറെഡി ഈ കോൺക്രീറ്റിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഈ വരുന്നതാണ് വെഡ്ജസ്. ഇതിലാണ് ഈ ലോക്കായിട്ട് ഈ കേബിള് നിൽക്കുന്നത്. ടൈറ്റ് ആയാൽ പിന്നെ ഇത് ലൂസ് ആവില്ല. അതിൽ ലോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ആണ് ഇതിന്റെ ഫംഗ്ഷൻ. മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തത് ഇവിടെ എത്ര കേബിള് ടൈറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളെ PT ബീമിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ ചെറിയൊരു റീലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ടൈറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സലാമക്ക ഇവിടെ ഉണ്ട്. സലാമക്ക നമസ്കാരം. അപ്പോൾ ഇത് നമ്മളെ എഞ്ചിനീയർ ഈ ഒരു വർക്ക് ചെയ്യുന്നത് സലാമക്കയാണ്. നമ്മൾ 4 ഘട്ടൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സലാമക്ക എന്തൊക്കെയാ? അപ്പോൾ നിങ്ങൾ ഈ ഫേമിനെ പറ്റിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി. അത് മാത്രമല്ല, നമുക്ക് ഈ PT ബീമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയണം. നമ്മൾ അന്ന് ആ റീലിട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് PT ബീം, ഇത് എന്തിനാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഞാൻ അബ്ദുസലാം, തേഞ്ഞിപ്പലത്താണ്, നീരോൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ദേശം. ഞാൻ CMH ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഉള്ളൊരു ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രൊജക്റ്റ് മാനേജറാണ്. അപ്പോൾ നമ്മളുടെ ഒരു സൈറ്റിലാണ് ഇവിടെ PT സെക്ഷൻ ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മൂപ്പർ പരിചയപ്പെടുത്തിയിരുന്നത് നമ്മളെ പാണമ്പ്രമുള്ളൊരു സൈറ്റിലാണ്. നമ്മളിവിടെ ഈ ഒരു വർക്ക് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഷോർട്ട് ഒരു റീലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ടൈറ്റ് ചെയ്യുന്ന ദിവസം വന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നാണ് ടൈറ്റ് ചെയ്യുന്നത്? PT എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ടെൻഷനിങ്, പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡാണ്. അതായത് പോസ്റ്റ് ടെൻഷനിങ് നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് ചെയ്യുക. കോൺക്രീറ്റിൽ അതിൻ്റെ റോപ്പ് അതുപോലുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുകയും കോൺക്രീറ്റ് ഉറച്ചതിന് ശേഷം 7 ദിവസത്തിന് ശേഷം അത് കോൺക്രീറ്റ് ക്യൂബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉറപ്പ് പരിശോധിച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് കോൺക്രീറ്റിൻ്റെ മുമ്പ് ചെയ്യുന്ന മെത്തേഡാണ്. സാധാരണഗതിയിൽ പോസ്റ്റ് ടെൻഷനിങ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വലിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളുടെ പാർക്കിംഗ് ഏരിയകളിൽ, അതുപോലെ വീട് പോലുള്ളിടത്തൊക്കെ പാർക്കിങ്ങിലൊക്കെ പില്ലർ തടസ്സമായി വരുന്ന. പില്ലറില്ലാതെ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും അല്ലേ? അതെ. 2 തലക്കൽ മാത്രം പില്ലർ മതി. നമുക്ക് പോർച്ചിനൊക്കെ ചെയ്യാൻ പറ്റും. പോർച്ചൊക്കെ വണ്ടി ശരിക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 16-20 മീറ്റർ ലെങ്ത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് PT-യിൽ നിർത്താൻ പറ്റും. അത്രയും ചെയ്യാൻ. അപ്പോൾ അതിന് സാധാരണഗതിയിലായി ചെയ്യുമ്പോൾ ഈ 16 മീറ്റർ ചെയ്യുമ്പോൾ ഒരു
4 or 5 പില്ലർ ആവശ്യം ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ജസ്റ്റ് 2 തലക്കിൽ ഒരു പില്ലർ മാത്രം ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ KNRCന്റെ റോഡ് വർക്കിനൊക്കെ ചെയ്യുന്ന ബീമിനൊക്കെ ഒരു റോപ്പ് പുറത്തേക്ക് ഇട്ട് കാണുന്നുണ്ട്. അത് ഈ സംഭവം തന്നെയാണോ? അതെ അതെ അതെ, ഇതേ ഈ ടെക്നോളജി അല്ലേ? ഇതേ സെയിം ടെക്നോളജിയാണ്. സെയിം ടെക്നോളജിയാണ്. അതിൽ ചെറിയ അതിനൊക്കെ ഒരു ഹെവിയാണ് അത് വരിക. അത് നമ്മളെന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഈ പ്രീമിയം അല്ലാതെ തന്നെ നമ്മുടെ ബജറ്റ് സംവിധാനങ്ങൾക്ക് പോലും ഇത് അക്സെപ്റ്റബിൾ ആണ്. ഒന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയില്ല എന്നുള്ളത്. ഇതിപ്പോ ഞങ്ങളിപ്പോ നമ്മുടെ നാട്ടിലിപ്പോ ആദ്യമായിട്ടാണ്, ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ചെറുപ്പം ഇത് ശരിക്കും ആദ്യമായിട്ട് ഞാനോ ഒന്നും ചെയ്യണമല്ലൊന്നല്ല, ഇത് നേരത്തെ ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ, നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ഇത് PT ആണ് ചെയ്യുന്നത്. പാലങ്ങൾക്കും മറ്റുമൊക്കെ നേരത്തെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ പ്രാദേശിക ലെവലിലുള്ള കൺസ്ട്രക്ഷനുകളിൽ ഇതിപ്പോ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. അത് പ്രധാനമായിട്ടും നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആണിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മീറ്ററിലൊക്കെ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ 3 അല്ലെങ്കിൽ 4 മീറ്ററിലൊക്കെ നമ്മൾ പില്ലർ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ബീമിനെ ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഈ പില്ലറുകൾ പലപ്പോഴും നമ്മളെ പാർക്കിങ്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസുകൾക്ക് ഉണ്ടാക്കുന്ന മാളുകൾക്ക്, സ്കൂളുകൾക്ക്, അതുപോലുള്ള ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ ഇത് ശരിക്കും ബീം ഒരു തടസ്സമായി വരാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബീമിനെ ഒഴിവാക്കിക്കൊണ്ട് പില്ലർ ഒഴിവാക്കി പില്ലറും ബീമും ഹെവി ബീമുകളും ഒഴിവാക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ PT സെക്ഷൻ എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ടും ഇതിന്റെ ഒരു വലിയ സംഭവം എന്താ വെച്ചാൽ ഹെവി ബീമുകൾ ആവശ്യമില്ല, നടുവിൽ പില്ലറുകൾ ആവശ്യമില്ല. അതുപോലെ എല്ലാവർക്കും ഇതിലുള്ള സംശയം എന്താ വെച്ചാൽ ഈ സ്ലാബിന്റെ മുകളിൽ നമ്മൾ പടുക്കാറില്ലല്ലോ സാധാരണ. പക്ഷെ ഈ PT ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PT സെക്ഷനിൽ നമ്മൾ സ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഭാഗത്ത് ബീമിന് മാത്രമല്ല സ്ലാബിനും PT ഇടാണ്. അതെ, PT ഇട്ട് ചെയ്യുന്ന സ്ലാബുകൾക്ക് നമ്മൾ ചുറ്റുഭാഗം അല്ലെങ്കിൽ പില്ലർ 2 എൻഡിൽ മാത്രം പില്ലർ മതി, ബീമും വേണ്ട, ബീമും ആവശ്യമില്ല. എന്നിട്ട് സ്ലാബ് ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിന്റെ മുകളിൽ പടുത്തിട്ട് നിങ്ങൾ ചെങ്കല്ലൊക്കെ വെച്ചിട്ട് പടുത്തിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അത് സാധാരണ നമ്മൾ പടുക്കുമ്പോൾ നേരത്തെ പടവിനൊരു ഏരിയ കാണണം. പക്ഷെ PT സ്ലാബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളടത്ത് പടുക്കാം ആ സ്ലാബിന്റെ മുകളിൽ. അങ്ങനെയുള്ള ബെനിഫിറ്റ്. ഇവിടെ ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇവിടെ സ്ലാബിന് നമ്മൾ PT ചെയ്തിട്ടില്ലല്ലോ, ബീമിന് മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. ഇവിടെ ബീമിനെ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് പ്രെയർ ഹോളാണല്ലോ, നിസ്കാരത്തിന്റെ പ്രെയർ ഹോളാണ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഇതിന് സ്ലാബ് പടവ് അതിൽ വരുന്നില്ലല്ലോ. അതായത് ഇപ്പോൾ 2 ബീമിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ 2 ബീമിനും റോപ്പ് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്ത് അതേപോലെ ആ സൈഡ് 2 സൈഡിൽ നിന്നും വലിക്കും അല്ലേ? അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മോട്ടോർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും വലിക്കുന്നത് പ്രഷർ ഗ്രൗട്ട് ചെയ്യണത്. അത് വലിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഹെയറിലൂടെ പ്രഷർ ആ ചെറിയ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഉള്ളോട്ടില്ലേ? അതായത് ഈ റോപ്പ് ഒരു കവറിങ്ങിന്റെ ഉള്ളിലൂടെയുള്ള റോപ്പ് വന്നത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗട്ട് അടിച്ച് ടൈറ്റ് ആക്കും. പുറത്തൊക്കെ അത്യാവശ്യം വലിയ സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഹെവി ബീം ചുറ്റുഭാഗം കൊടുത്തിട്ടുണ്ട്. ഉള്ളില് ബീം ചെറിയ ബീം കൊടുത്തിട്ടുള്ളൂ. ഔട്ട് സൈഡിൽ മാത്രമേ ബീം ആവശ്യമുള്ളൂ, ബീമും പില്ലറും ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ ചെറിയ ബീം കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ, ഇവിടെ ബീമിന് മാത്രം ഇത് ചെയ്തുകൊണ്ടാണ്. ഇത് PT ബീമാണ്, ഞാൻ പറഞ്ഞല്ലോ, PT സ്ലാബ് അല്ല. PT സ്ലാബ് പറഞ്ഞാൽ ഓൾ അബൌട്ട് എല്ലാ സ്ലാബിലും ചെയ്യുന്നതാണ്. പക്ഷെ PT ബീം എന്ന് പറഞ്ഞാൽ ആ ഏരിയ ബീമിന് മാത്രം PT ഇട്ടാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഈ ഒരു PT ബീം സാധാരണ വീടിന്, പോർച്ചിനൊക്കെ, അങ്ങനെ ചെറിയ ചെറിയ പ്രൊജക്റ്റിനൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യുന്നതുകൊണ്ട് ചിലവ് കൂടുക, അല്ലെങ്കിൽ അത് പ്രായോഗികമാണോ? അവിടെ ശരിക്കും നമ്മുടെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം. ഇപ്പോൾ ഉദാഹരണം കണ്ട് ചെറിയ ഒരു ഇപ്പം 3 മീറ്ററിനോ 4 മീറ്ററിനോ 5 മീറ്ററിനോ അത് ആവശ്യമില്ല. അതായത് ഒന്നിലധികം കാറുകൾ, ഓക്കെ, അതാണല്ലോ പർപ്പസ്. ഒന്നിലധികം കാറുകൾ നിർത്തേണ്ട സാഹചര്യം, അതുപോലെ തന്നെ വണ്ടി തിരിച്ചു പോകാനൊക്കെ സൗകര്യപ്പെടുത്തുക, സ്ഥലമില്ലാത്തടത്തൊക്കെ അവിടെയൊക്കെ PT നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബിൽഡിങ്ങിനും ചെറിയൊരു സംവിധാനത്തിനും അതിൻ്റെ ഒരു ഇനീഷ്യൽ കോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സംഗതിക്കൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ബിൽഡിങ്ങിന് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ മൊത്തത്തിൽ PT ചെയ്യുമ്പോൾ അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 60-70 രൂപൻ്റെ ഇടക്കാണ് അതിൻ്റെ എക്സ്പെൻസ് വരിക. അതിപ്പോൾ നമ്മൾ ചെറിയൊരു വീട് ചെയ്യുമ്പോൾ അതിന് ഫസ്റ്റ് ഇനീഷ്യൽ എക്സ്പെൻസ് കുറച്ച് അവർ ആ മെഷീൻ കൊണ്ടുവരാൻ സെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയ പിന്നെ വലിയൊരു സൗകര്യം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ബീമിന്റെ മുകളിലാണ് പടവ്. ഓക്കെ, ഇപ്പൊ നമ്മൾ PT സ്ലാബാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഒരു കൊമേഴ്സ്യൽ ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഷോപ്പ് ഇത്ര സ്ക്വയർ ഫീറ്റിന് പറഞ്ഞിട്ടാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുക, വാടക കൊടുക്കുക.
പിന്നെ അവർക്കൊരു ഇന്റീരിയർ ഉണ്ടാവും, അതിന് കണക്കായിട്ട് അവർ പഠിക്കുക. എവിടെ വേണമെങ്കിലും നമുക്ക് റൂമാക്കി തിരിക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ലോഡ് ബീം നോക്കേണ്ട ആവശ്യമില്ല, എവിടെ വേണമെങ്കിലും നമ്മൾ കല്ല് വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും ലോഡ് കയറ്റാൻ പറ്റൂലേ സ്ലാബിൽ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. സ്ഥലമൊക്കെ ശ്രമിച്ചിട്ട് സന്തോഷം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ? ഇത്രയും പുറത്തേക്ക് വന്നു. അപ്പോൾ 2 ഇഞ്ച് വന്നു അല്ലേ? 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ് കറക്റ്റ് വന്നത്. അതായത് 50. ഓക്കെ, 50 mm പുറത്തേക്ക് വന്നു അല്ലേ ആ റോപ്പ്? ഓക്കെ, 8 മീറ്റർ വരേണ്ടത്. വേണ്ടത് 50. അപ്പോൾ അത് ഇതിൽ പ്രഷർ കൊടുക്കുന്നതനുസരിച്ചാണ് വരിക അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈറ്റിങ് നടക്കുന്നത്.